ഒരു മകൾ നഷ്ടപ്പെട്ട ഒരു ഉമ്മയാണ്. അതും മറ്റൊരു തരത്തിൽ ആ കുഞ്ഞ് മരിച്ചു പോയതല്ല. പോക്സോ പീഡനത്തിനിരയായതിനു ശേഷം മറ്റു പല കാര്യങ്ങളുണ്ടായി. മാനസിക വിഷമത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയുടെ ഉമ്മയാണ്. +1 പഠിക്കുന്ന മകനാണ്. അവനുമായി വേർപിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനയായിരിക്കും. അത് തന്നെയായിരിക്കണം ഒരു പക്ഷേ അവർ മാറാത്തതിന് കാരണം. ഷഹീദുണ്ട്. ഷഹീദ്, ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസറോട് ചോദിക്കുമ്പോൾ അവർ കൈമലർത്തുകയാണ്. ഞങ്ങളുടെ വകുപ്പിന് ചെയ്യാനാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്, മറ്റൊന്നും ഇനി ചെയ്യാനില്ല, അവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വളരെ സാങ്കേതികമായാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ സംസാരം കേട്ടിരുന്നു. അതായത് ഇവരെ വനിതാ ശിശുക്ഷേമ സമിതിയുടെ അവരുടെ ഹോമിലേക്ക് മാറ്റാം, മകനെ അവർ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റാം. പക്ഷേ അവരൊരു കുടുംബമാണ്. അവരുടെ ഉപജീവന അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുമൊക്കെ ആയിട്ടാണ് ആട് ഉൾപ്പെടെ ഒരു 3 ആടുകളുണ്ട് അവരുടെ കൂടെ. അവർക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, മകന് കൂടെയുണ്ട്. ഇവർക്ക് അങ്ങനെ വേർപിരിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ഒരു ഹോമിൽ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഇവരെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഉൾപ്പെടെയുള്ള നൗഷാദ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇത് അവർ പറയുന്ന ന്യായീകരണം ഇവരെ ഹോമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഇവർ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അല്ല, അതിൽ പിന്നെ ഈ മകനെ പിന്നെ ഒരു ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഒരു മകനാണ് ഇവർക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവർ അസുഖമുള്ള ആളാണ്. പിന്നെ കുഞ്ഞിനും അസുഖമുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വെവ്വേറെ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല നിലവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് മാനസികമായിട്ട് ഇവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും. ഇപ്പം 3-3.5 വർഷമായി മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ട് നാട്ടുകാരാലും പഞ്ചായത്തിനാലും ഒരു ഔദ്യോഗിക ഏജൻസിനെ കൊണ്ടും ഒരു ഗുണവുമില്ലാതെ, ഒരു ഉപകാരവുമില്ലാതെ, ഒരു സഹായവുമില്ലാതെ ബഹുമാനപ്പെട്ട ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അവിടെ വന്നിട്ട് ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മുമ്പിൽ വന്നിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞതാണ് ഇവർക്കൊരു വീടുണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്, ഇവർക്ക് വീടുണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ നൽകുന്നു പറഞ്ഞതാണ്. ഇപ്പോൾ ലൈഫിൽ കുറഞ്ഞിരുന്നു, ലൈഫിൽ കിട്ടില്ല, അവർക്ക് ഭൂമി ഇല്ലാത്തതാണ്, മറ്റ് പലരെയും സമീപിച്ചിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ പോരായ്മ കാരണമാണല്ലോ ഈ അനീതി തുടർച്ചയായിട്ട് നേരിടുന്നത്. സർക്കാർ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംരക്ഷണം നൽകേണ്ടതല്ല? തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. ഇതിൽ കേസിൻ്റെ തുടക്കത്തിൽ ഒരു CI അലവി എന്ന് പറഞ്ഞ ആൾ തൊട്ടിട്ട് ഈ സമയത്ത് ഇന്ന് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ നമ്മുടെ ബൈജുനാഥ് സാറ് ഇറക്കിയ ഉത്തരവ് വരെ നടപ്പിലാക്കാൻ അന്ന് മുതൽ ഇങ്ങോട്ട് വരെ ഇവർക്ക് ഈ സമയം വരെ യാതൊരു വിധത്തിലുള്ള ഒരു നിധിയോ സഹായമോ ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ ചേലമ്പ്ര പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഇവർ താമസിക്കുന്നത്. അവിടുത്തെ വാർഡ് മെമ്പർക്ക് ഈ വിഷയം അറിയാം, അവിടുത്തെ അയൽവാസികൾക്ക് ഈ വിഷയം അറിയാം, അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ ആളുകളോട് നമ്മൾ ഈ വിവരം പറഞ്ഞിട്ടുണ്ട്. ചേലമ്പ്ര മലപ്പുറം ജില്ലയാണല്ലോ, അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് ഈ വിഷയം അറിയോ? അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് പിന്നെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഈ ഇന്ന് മാത്രമല്ല ഈ ഉത്തരവ് കൊടുത്തത്, ഇവരെ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് 2 ആഴ്ച മുമ്പും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അംഗനവാടി ടീച്ചർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ അംഗനവാടി ടീച്ചറോട് ഇവർ വിഷമം പറയാൻ വിളിച്ചാൽ അംഗനവാടി ടീച്ചർ നിൽക്കാതെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഓടുന്ന ഒരു സംവിധാനമാണുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ പലതവണ വാതിൽ മുട്ടിയിട്ടും തുറന്നില്ല, അതാണ് ഒരു ഗതിയില്ലാത്ത ഒരു രീതിയിലും ഗതിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം നമുക്കറിയാലോ, നമുക്കൊക്കെ ഇതിനൊക്കെ ഒരു പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊരു കുടുംബത്തിന് ഏറ്റെടുക്കുന്നതിന് പരിമിതികളും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എന്തൊക്കെ പൈസ ഏതൊക്കെ രീതിയിൽ അധികാരികളാലും ജനപ്രതിനിധികളാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എന്തൊക്കെ സ്ഥാപനങ്ങൾ ഏതൊക്കെ രീതിയിൽ ആഡംബരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട കുടുംബത്തിനെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ജില്ലാ കളക്ടറെ കാണാൻ പറ്റുമോ? അത് ഞങ്ങൾ ജില്ലാ കളക്ടറെ കണ്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ കണ്ടിട്ടില്ല, ജില്ലാ കളക്ടർ വിവരം അറിയിച്ചു. അപ്പോൾ ജില്ലാ കളക്ടർ ADM-നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം സാറ് നമ്മളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ വുമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നോട് ഫോണിൽ സംസാരിക്കുകയും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട 2 ഉദ്യോഗസ്ഥർ വരികയും ചെയ്തിരുന്നു. പക്ഷെ അവർക്കൊന്നും സർക്കാർ സംവിധാനം ഇവരെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഒറ്റയ്ക്ക് പിന്നെ മകനെ വിട്ടു പോകാനും തയ്യാറല്ല.